നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലാണ് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് നേരെ ജാതി അധിക്ഷേപം നടന്നു എന്ന വാർത്ത പുറത്തു വന്നത്. യഥാർത്ഥത്തിൽ ഖാർഗെ തന്നെ രാജ്യസഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തനിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി എന്ന് രാജ്യത്തോട് വിളിച്ചു പറയുകയായിരുന്നു. അദ്ദേഹം ഉത്തർപ്രദേശിൽ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 8-ാം തീയതി ഉത്തർപ്രദേശിലെ ഹൽദ്വാനിയിൽ ഒരു പരിപാടിയുടെ ഭാഗമായി അവിടം സന്ദർശിച്ചിരുന്നു. പരിപാടി കഴിഞ്ഞ് താൻ വേദി വിട്ടു പോയപ്പോൾ ഏതാനും ചില BJP RSS പ്രവർത്തകരെത്തി ആ വേദി ശുദ്ധീകരണം നടത്തി. ഇത് താൻ ദളിതനായതുകൊണ്ടാണ്, ദളിതനായ തനിക്ക് നേരെ നടന്ന ജാതി ആക്രമണമാണ്, ഇതിനെ അതിശക്തമായി അപലപിക്കണം എന്നൊക്കെ അദ്ദേഹം രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. സ്പീക്കറോടാണ് അദ്ദേഹത്തിൻ്റെ പരാതിയുടെ ഭാണ്ഡക്കെട്ട് അഴിച്ചുവെച്ചത്. ഉടൻ തന്നെ BJPക്ക് വേണ്ടി മന്ത്രി JP നദ്ദ രാജ്യസഭയിൽ തന്നെ പ്രതികരിച്ചു. അതായത് ഇങ്ങനെയുള്ള ശുദ്ധീകരണം, ജാതി അധിക്ഷേപം ഇതൊന്നും BJPയുടെയോ RSSൻ്റെയോ അജണ്ടയല്ല, അവരൊന്നുമല്ല ഇത് ചെയ്തിരിക്കുന്നത്, ഇത് മറ്റാരോ ചെയ്തിരിക്കുകയാണ്, BJPക്ക് അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വവുമില്ല എന്ന് JP നദ്ദയും പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. അതായത് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗം ദില്ലിയിൽ നടന്നത്. ഈ പ്രവർത്തക സമിതി യോഗത്തിലും ഖാർഗെ പരാതിയുടെ കെട്ടഴിച്ചു എന്നാണ് സൂചന. തനിക്ക് നേരെ ഉത്തർപ്രദേശിൽ വെച്ച് ഒരു ജാതി അധിക്ഷേപമുണ്ടായി. BJPക്കാരും RSSകാരും താൻ പ്രസംഗിച്ച വേദി പിന്നീട് ശുദ്ധീകരിച്ചു. ഇത് തനിക്ക് നേരെ നടന്ന ഒരു ജാതി ആക്രമണമാണ്, താൻ ദളിതനാണ്, അതുകൊണ്ട് തന്നെ നടന്ന ഒരു ആക്രമണമാണ് എന്നാണ് അദ്ദേഹം പരാതിയിൽ പറഞ്ഞത്. മാത്രമല്ല, ഈ പ്രവർത്തക സമിതി യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പരാതി എന്നത് ഇത്രയും വലിയ അധിക്ഷേപം നടന്നിട്ടും തനിക്ക് വേണ്ടി കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ പോലും എല്ലാ അംഗങ്ങളും പ്രതികരിച്ചില്ല. അവർ ഇതിനു വേണ്ടി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയില്ല, അവർ ഇതിനെ തള്ളിപ്പറഞ്ഞില്ല എന്ന ഒരു അഭിപ്രായമാണ് വളരെയധികം വികാരാധീനനായി ഇന്നലത്തെ പ്രവർത്തക സമിതി യോഗത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തക സമിതിയിൽ സുമുഖരായ ചില നേതാക്കന്മാർ പരസ്യമായി ഇതിനെ തള്ളിപ്പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. അതായത് AICC അധ്യക്ഷൻ വൻ ജാതി അധിക്ഷേപം പ്രവർത്തക സമിതിയിലും നേരിടുന്നു എന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. തനിക്കെന്തായാലും BJPക്കാരിൽ നിന്ന് ജാതി അധിക്ഷേപം നേരിട്ടു. ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നത പദവിയിലിരിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഈ സംഘടനയുടെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന വ്യക്തിക്ക് ഒരു ജാതി അധിക്ഷേപം നേരിട്ടുവെങ്കിൽ അതിനെതിരെ നേതാക്കൾ കൂട്ടത്തോടെ പ്രതികരിക്കേണ്ടതായിരുന്നു. അതുണ്ടായില്ല എന്നാണ് ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം പ്രവർത്തക സമിതി യോഗത്തിൽ പരാതി പറഞ്ഞത്. എന്നാൽ പ്രവർത്തക സമിതി അംഗങ്ങൾക്ക് ഇതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. KC വേണുഗോപാൽ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം തന്നെ, ഇത് തെറ്റാണെന്നും ഞങ്ങൾ ഒന്നടങ്കം, അതായത് കോൺഗ്രസ് പാർട്ടി തന്നെ ഒന്നടങ്കം ഇത് തെറ്റാണ്, ഇങ്ങനെ ഒരു ജാതി അധിക്ഷേപം നടത്തിയത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കോൺഗ്രസ് ഒന്നടങ്കം ആവശ്യപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ആരോപണത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഇപ്പോൾ AICC അധ്യക്ഷന് വലിയ നീരസമുണ്ട്. അത് BJPക്കാർ തൻ്റെ വേദി ശുദ്ധീകരിച്ചതുകൊണ്ടല്ല, മറിച്ച് ആ ശുദ്ധീകരണ പ്രക്രിയയിൽ കോൺഗ്രസ് പ്രതികരിക്കാത്തത് കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പ്രവർത്തക സമിതി തന്നോടൊപ്പം നിന്നില്ല എന്ന പരാതിയും അദ്ദേഹം പ്രവർത്തക സമിതിയിൽ വെച്ചു. എന്തായാലും പ്രവർത്തക സമിതിയിൽ ഈ KC വേണുഗോപാലും ശശി തരൂരും ഒക്കെ ഉൾപ്പെടെ ഏതാണ്ട് 40ഓളം അംഗങ്ങൾ അതിനകത്തുണ്ട്. സ്ഥിരം ക്ഷണിതാക്കൾ അതിന് പുറമെയുണ്ട്, പ്രത്യേക ക്ഷണിതാക്കൾ അതിനു പുറമെയുണ്ട്. ഇത്രയധികം നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എല്ലാവരും തനിക്ക് നേരിട്ട അപമാനത്തിൽ പ്രതികരിച്ചില്ല എന്ന നീരസം ഈ മല്ലികാർജുൻ ഖാർഗെ പുറത്തുവിടുന്നത്. അതേസമയം ഈ വേദി ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല, BJP അതിനകത്ത് യാതൊരു പങ്കുമില്ല. ശ്രീരാം സേന എന്ന ഒരു സംഘടനയാണ് പ്രതിഷേധ സൂചകമായി അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. ശ്രീരാം സേന BJPയുടെ സഖ്യകക്ഷിയോ അല്ലെങ്കിൽ BJPയുടെ അഭ്യുദയകാംക്ഷിയോ അല്ലെങ്കിൽ BJPയുടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ചുമതലക്കാരനോ അല്ല. അതായത് ശ്രീരാം സേന BJPയുടെ സഖ്യകക്ഷിയോ അല്ലെങ്കിൽ RSSുമായോ സംഘപരിവാറുമായോ ബന്ധമുള്ള സംഘടനയോ അല്ല. ശ്രീരാം സേന ഒരു സ്വതന്ത്ര സംഘടനയാണ്. അതിന് RSSുമായോ BJPയുമായോ ബന്ധമില്ല. അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. പലപ്പോഴും ഈ ശ്രീരാം സേന ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള പുകിലുകൾ അത് BJPക്ക് നേരെയുള്ള ആരോപണമായി ഉയർന്നു വരാറുണ്ട്. BJP എപ്പോഴും ഈ ശ്രീരാം സേനയെ തള്ളിപ്പറയാറുമുണ്ട്. ശ്രീരാം സേന കോൺഗ്രസിൻ്റെ ഒരു B ടീമാണ് എന്ന് വാദിക്കുന്നവരുമുണ്ട്. എന്തായാലും അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും
പറയും ശ്രീറാം സേന എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ശുദ്ധീകരണം നടത്തി, ശ്രീറാം സേന നടത്തിയ ശുദ്ധീകരണത്തെ BJP നടത്തിയ ശുദ്ധീകരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യസഭയിലും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതിയിലും എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു? ഇതെല്ലാം കൂടുതൽ ചർച്ചാ വിഷയമാകേണ്ട ഒരു കാര്യമാണ്. എന്തായാലും അതിയായ പ്രതിഷേധം മല്ലികാർജ്ജുൻ ഖാർഗെ ഇതിൽ അറിയിച്ചിരിക്കുകയാണ് ഈ പ്രവർത്തക സമിതിയിൽ. എന്നാൽ അതേസമയം തന്നെ BJP ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. BJPയുടെ നയമല്ല ഇതെന്ന് BJP വ്യക്തമാക്കുകയും ചെയ്യുന്നു.